എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് ഞാൻ പോകുന്നത് ത്രോൺ ഓഫ് സെയിൽ എന്ന ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 14 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ആലിയൻസ് ഹബ് എന്ന ഒരു സ്ഥലം, ഒരു സെറ്റിലെ ഒരു ഭാഗമാണ്. എല്ലാ ടെമ്പിൾസ് കൂടി ചേരുന്നത് ഈ കോമ്പറ്റീഷൻ അത് നടക്കാൻ പോകുന്നത് ഇവിടെ വെച്ചാണ്. അങ്ങോട്ട് അവച്ചന് ലീഷിന് വന്ന് അതിശയിച്ച് അത് എയറിലാണ് ആ നിൽക്കുന്നത്. അതിന് കാരണം ആർക്കറിയാം. അതുകൊണ്ടൊരു ഗുണം, നേരത്തെ സൂര്യൻ വരും. അവർ ലിഫ്റ്റ് പോലുള്ളതിലേക്ക് കയറി മുകളിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ആയിട്ട് ഒരാളെ കാണാം, മുട്ടയടിച്ച. അവൻ സംസാരിക്കുന്നത് ഗുയിബോനോടാണ്. എന്തോ ഉടക്കാണോ? ഹാവച്ചൻ അവനെ കണ്ടിട്ട് ഫ്ലാഷ് ബാക്കിൽ നടന്ന് ആലോചിച്ച്, ഇത് അവനല്ലേ, നീ എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഗുയിബു ആകട്ടെ അവൻ ഹ്യൂജ് സിറ്റിയിലെ പ്രിൻസ് ആണല്ലോ. അതിന് ഡയലോഗ് കൂടെ ആൾക്കാരുണ്ട്. ഇവന്റെ പേര് സാമുൽ. അവരുടെ സംസാരത്തിൽ നിന്നും ഈ സാമുൽ അവൻ ഹീലർ ടെമ്പിളിൽ നിന്നാണ് എന്നത് മനസ്സിലായി. അവർ സംസാരിച്ച അവസാനം ഫൈറ്റിലെത്തി. അടിക്കാനായിട്ട് ഗുയിബുവിന്റെ ആൾക്കാർ. സാമുൽ ഒരു ഹീലിംഗ് ടെമ്പിളിലാണല്ലോ, സോൾലാൻഡിലേതുപോലെ ഫൈറ്റിൽ വീകരിക്കും. എന്നാൽ ഇവിടെ അവൻ ഹീലിംഗ് ടെമ്പിൾ എന്ന പേര് മാത്രമേ ഉള്ളൂ. വന്നവരെല്ലാവരെയും ആട്ടിച്ചിട്ടു ഗുയിബുവിന് കൊടുത്തു. എന്നിട്ട് അവന്റെ അതേ രീതിയിൽ ആക്ഷൻ അതുകൂടി കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് പിന്നെ അടിക്കാനായിട്ട് പറയുന്നു. അവർ വരുന്നു. പിന്നെ അങ്ങോട്ട് കുറച്ചു നേരം ഫൈറ്റാണ്. അതിൽ പിറകെ കൂടിയൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഡ്രസ്സ് ചെറുതായിട്ട് കീറി എങ്കിലും ഒരുവിധം മാനേജ് ചെയ്യുന്നു. അവസാനം അവന്റെ വെപ്പണ് അത് പൊട്ടിപ്പോയി. നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് വരുന്നു. ഒന്ന് റെഡി ആയപ്പോഴാണ് ഹാവച്ചനും ലീഷിനും അവിടെ എത്തി തടഞ്ഞു. ഡേഡി ഞാൻ റെഡി ആയതാണ്ട്രേ. അത് കേൾക്കാതെ നാണോ ഇല്ല. എല്ലാവരും കൂടി ചേർന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞു. പിന്നെ വന്ന് പിന്നെ കിട്ടി. മിണ്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും മുകളിലെത്തി അടികൊണ്ട് കിടക്കുന്ന എല്ലാവരും അവിടെ ഉള്ളവർ കണ്ട് ചിരിക്കുന്നു. അതുകൂടാതെ ലീഷിന് വിരട്ടാനും തുടങ്ങി. ഇതെവിടെയാണെന്നറിയാലോ, ആ വരുന്ന ഗാർഡ്സ് വന്നാൽ പറയേണ്ട കാര്യമില്ലല്ലോ. അത് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. സാമുൽ അവരോട് നന്ദി പറഞ്ഞു. അവ ഹീലിംഗ് ടെമ്പിളിൽ നിന്നാണ് അവന്റെ പേര് പറയുമ്പോൾ സത്യത്തിൽ നീ ഹീലിംഗ് ടെമ്പിൾ തന്നെയാണോ? അതെ, എന്നാൽ എനിക്ക് ഫൈറ്റിനോടാണ് താല്പര്യം. കൂടെ സ്കില്ല് കൂടി കൊണ്ടുപോകുന്നേ ഉള്ളൂ. ശരി, ഞാൻ പോകുന്നു, രജിസ്റ്റർ ചെയ്യാൻ സമയം എന്ന് പറഞ്ഞു പോവാണ്. നിങ്ങൾ ഡീമൺ ഹണ്ടർ ട്രയലല്ലേ വരുന്നത്, നമുക്ക് കാണാം എന്ന് പറഞ്ഞു പോയി. അവർ നമുക്കും പോകാം എന്ന് പറഞ്ഞു പോകുന്ന നേരമാണ്. അല്ല, ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? ഈ സമയത്ത് സാമുൽ ചെന്ന് ഏതോ ഒരു പ്ലേസിൽ അയ്യോ പിന്നെ വഴിയേറ്റി. അത് കഴിഞ്ഞ് ലീഷിൻ ഹായുവിനോട് കാര്യം പറഞ്ഞു. നീ എന്തിനാ അത് ചെയ്ത്? സംഭവം ഗ്രീൻ ടീമിനെ കൊന്നപ്പോൾ അതിനുള്ളിലെ മാജിക്കൽ ക്രിസ്റ്റൽ അത് അവൻ കഴിച്ചു. നേരെ ഹാവച്ചന്റെ അടുത്ത് പോയിട്ട് മുഖം കടുപ്പിച്ചിരിക്കുമ്പോഴാണ് ശരി കുഴപ്പമില്ല, അവന് ഉറക്കം വരുന്നു എന്ന രീതിയിൽ അവനോട് പോകാനായിട്ടും പറഞ്ഞോട്ട്. അവിടെയുള്ള ആളാകട്ടെ ഈ ഗ്രീൻ ടീമിനെ ചെക്ക് ചെയ്തിട്ട് അതിൽ ക്രിസ്റ്റൽ ഇല്ല എന്ന് കരുതി. അത് പറയുമ്പോൾ അങ്ങനെ എനിക്ക് വിലയെന്ന് കുറയില്ലല്ലോ അല്ലേ? അയാൾ പറയുന്നതാകട്ടെ 200 ഗോൾഡ് പോയി, ക്രിസ്റ്റൽ ഇല്ല. അത് കേട്ട് നമ്മുടെ ലൈഫ് കൊടുത്താണ് അതിനെ കൊന്നേ. അവളാണ് ഒരു വോയിസ്, നാണമില്ലേ ഈ പ്രൈസ് പറയാൻ? അവരെ നോക്കുമ്പോൾ അവിടെ ഉള്ളവരാകട്ടെ അവനെ കണ്ടിട്ട് പെമ്പിളരൊക്കെ കൂക്കും വിളിയൊക്കെ വിളിക്കുന്നു. ആ പച്ചമുടി കണ്ടറിയാം അത് ലീഷിനാണെന്ന്. ലിൻഷിൻ, അവനെ ലിൻ എന്ന് പറയാം. എന്നാൽ ഈ രണ്ടു കൂട്ടർക്കും അറിയില്ല. അവന് വന്നിട്ട് അതിന്റെ ഓരോ ഭാഗം അത് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്താ ഷർബ്, എന്താ കട്ടി? നിങ്ങൾ പറഞ്ഞ 200 ഗോൾഡ് കൊനി ഈ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞ് ഹാവച്ചനെ നോക്കുമ്പോൾ അവനായിട്ട് ഷോക്ക്. കാരണം അവൻ ഹാൻസമായിട്ടാണ് അവന്റെ ഇമാജിനേഷൻ. അവനേക്കാൾ അട്രാക്റ്റീവായിട്ട് ഹാവച്ചനെ തോന്നി. ഇവനെന്താ ഇത്ര അട്രാക്റ്റീവ്? മറ്റേ ആൾ അവനോട് പോകാനായിട്ട് പറയുന്നു ഇത് വിശ്വസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ലിൻ അവനോട് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കണം. അവർ കൊന്നതാണെന്ന് പറയുമ്പോൾ അവനത് അത്ര വിശ്വസിക്കുന്നില്ല. കാരണം അവർ യങ്ങാണ്, അതുപോലെ ഇത് ലെവൽ 5 ആണ്. അവന്റെ മാജിക് സ്കിൽ യൂസ് ചെയ്ത് ഹാവച്ചനെ നോക്കുമ്പോൾ അവന്റെ എനർജി കാണാൻ കഴിയുന്നതല്ലാതെ മറ്റൊന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സെയിം ടൈം ലീഷിന്റെ ആണെങ്കിൽ ഉള്ളറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം മനസ്സിലായി, ലീഷിനെക്കാട്ടിയും എനർജി കൂടുതലാണ് ഹാവച്ചന് എന്നത്. അവർക്ക് 2000 ഗോൾഡ് പോയി തരാം ഇത് എനിക്ക് എന്നെങ്കിൽ. അപ്പോഴേക്കും ആ കടക്കാരന് ദേഷ്യം വന്ന് അവനെ വഴക്ക് പറയാനായിട്ട് തുടങ്ങി. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കാതെ ഒരു കാർഡ് അതെടുത്തു കൊടുക്കുന്നു. അതിന്റെ കൂടെ ഒരു ഡാൻസ് ഉണ്ട്. ആ കാർഡ്, ആ ബ്ലാക്ക് ഡയമണ്ട് കാർഡ് എന്തോന്നാണ് പറയുന്നത്, സംഭവമൊന്നുമില്ല, റോയൽ ബ്ലഡ് അതുള്ളവർക്കാണ് ആ കാർഡ് യൂസ് ചെയ്യുന്നത്. അവനൊരു റോയൽ ഫാമിലിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബാരലിൽ നിന്ന് വീണു. സംഭവം മുൻപ് പൊങ്ങിയത് ആ രീതിയിലാണ്. അവനോട് സോറി പറയുന്നു. അതുപോലെ അവരോട് ഡീലാണ് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ്. അവനൊരു കാർഡ് കൊടുത്ത് ഇത് ഉപയോഗിച്ച് നിനക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. എന്നാൽ ലീഷിന് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവന് വേറൊരു കാർഡ് കൊടുത്ത് അത് ജിയാലുവിന് കൊടുത്താണ്. അവ 2 തവണ രക്ഷിച്ചു. ഇത് ഉപയോഗിച്ച് അവന് വേണ്ടത് എന്തോന്നോ വാങ്ങിച്ചു. പൊതുവെ മാജിക് ടെമ്പിളുള്ളവരെ റിച്ചായിരിക്കും. അതിന് കാരണം പോകെ കാണാം. അവന് പൈസ ക്രെഡിറ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് ഇത് സെല്ല് ചെയ്ത് അവന് ഓക്കെ എന്ന രീതിയിൽ അത് കേട്ടുക്കുന്നു. അവർ പോകുന്നതിന്റെ ഇടയുടെ ഞാൻ വരുന്നു. ഹാവച്ചനോട് കാര്യം പറയാൻ നോക്കുന്നു. എന്നാൽ ലീഷൻ സമ്മതിക്കുന്നില്ല. അവന്റെ ഒരു ട്രിക്ക് നടക്കുന്നില്ല. അവന്റെ പേര് ലിൻഷിൻ മാജിക് ടെമ്പിളിൽ നിന്നാണ്. ഹാവച്ചന് അവന്റെ സിസ്റ്ററിന്റെ ഒക്കെ പേര് പറഞ്ഞു കൊടുത്തു. അവർ നൈറ്റ് ടെമ്പിളിൽ നിന്നാണ്. അവരിനി എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഓഡീഷൻ ഹൗസിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിലോ മറ്റേ കോയിൻസിഡൻസ് ഞാനും അങ്ങോട്ടാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. VIP റൂമാണ് ഉള്ളത്. അവർ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയുന്നു. അവന് വേണ്ട എന്താണോ അതൊക്കെ ഒരുമിച്ച് നോക്കാം. ലീഷിനാണെങ്കിൽ എന്താ ഇവന്റെ ഉദ്ദേശം എന്ന രീതിയിലാണ് ഓഡിഷൻ നടത്തുന്ന ഗൈഡ് അങ്ങോട്ട് വന്നു. ഓഡിഷൻ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉള്ള ഒരു ആർത്ത് വിളിരുന്നു. ഹാവച്ചനോട് ഇനിയ ഡീമൺസിനെ സെല്ല് ചെയ്യാൻ
പറയാനുണ്ടോ? ഞാൻ ഒന്നിനെ കണ്ടിട്ടില്ല, അതിനാകെ ഇതേ ഉള്ളൂ എന്ന് ഹാവച്ചൻ. കൂടാതെ ഇതുകൊണ്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ മനസ്സിലാക്കാമെന്ന് പറയാണ്. അപ്പോഴാണ് ആ ഓഡിറ്ററുകൾ ഒരു സാധനം പറയുന്നത്, ഇത് മാസ്റ്റർ ലിന്നിൻ്റെയാണ്, ഇത് ഉപയോഗിച്ചാൽ 500 എനർജി അത് ഒറ്റയടിക്ക് കയറും. മനസ്സിലാവുക? അത് കേട്ടോ 500 ഒരു മാസ്റ്റർ ലിന്ന്, അത് കുറച്ച് വർഷം മുൻപ് നടന്നത്. അത് ഓർത്തിട്ട് അപ്പോൾ അത് നീയാണല്ലോടാ ആ പച്ചമുടിത്തലേ. ലിന്നിൻ്റെ അപ്പോഴാണ് മനസ്സിലായത് നീയാണോ റെഡ് ഹെയർ എന്ന് പറഞ്ഞ് 2 കൂടിയാടി ഹാവച്ചൻ പിടിച്ചു മാറ്റി. അതിൻ്റെ വില പറഞ്ഞു തുടങ്ങി 1000 ഗോൾഡ് കോയിൻ. അവിടെ ഉള്ളവരെ വിളിക്കാനായിട്ട് തുടങ്ങി 1200 1300 അങ്ങനെ 1500 800 ഗോൾഡ് കോയിൻ കൊടുത്ത് അത് വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. 2000 രൂപ വാല്യൂ ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞ് അത് വെറുതെ എടുത്ത് കഴിയുന്നു. ഹാവച്ചനാകട്ടെ ഷോക്ക്. ലീഷിന് ഇപ്പോഴാണ് മനസ്സിലായത് മാജിക് ടെമ്പിൾ അല്ലെങ്കിൽ മേഗ് ടെമ്പിൾ എന്തുകൊണ്ടാണ് ഇത്ര റിച്ച്. ഇതുപോലെ പിൽസൊക്കെ സെയിൽ ചെയ്താൽ മതിയല്ലോ. ഒന്ന് ആലോചിച്ചിട്ട് 3 പിൽസ് തരാം ഭാരമായിട്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതിന് ആൻസർ പറയുമ്പോൾ ചോദിക്കാനായിട്ട് പറയുന്നു, ഈ ഗ്രീൻ ഡീമൺ നിങ്ങൾ തന്നെ കൊന്നതാണോ? അതിട്ട് ലീഷിൻ്റെ അതാണോ? അതേ എന്ന് പറയുമ്പോൾ ഹാവച്ചൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് കൊല്ലാൻ കഴിയില്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ച് സെക്കൻഡ് നോക്കുന്നു പിടിച്ചോ എന്ന രീതി. ഇതിൻ്റെ വാല്യൂ ആകട്ടെ 6000 ഗോൾഡ് പോയി. എനിക്കിത് വാങ്ങാൻ കഴിയില്ല. ലിന്നാകട്ടെ അടിച്ച് കേൾപ്പിച്ചു. ഭാരമായിട്ട് എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. അവർ ഡീമൺ ഹണ്ടർ ട്രയൽ കോമ്പറ്റീഷനിൽ ആണല്ലോ. ലീഷനബിൾ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? അല്ലല്ല, അതിന് ടോപ്പ് 3 വന്നാൽ ഒരാളെ സെലക്ട് ചെയ്യാൻ കഴിയും. എന്നെ അതായിട്ട് എടുക്കാമോ എന്ന് ചോദിക്കുന്നത്. സംഭവം എന്താണെന്ന്, ടോപ്പ് 3 വന്നാൽ ടീം സെറ്റ് ചെയ്യാം, അത് ടോപ്പ് 10 സെറ്റ് ചെയ്യാം. ഈ ടോപ്പ് 3 ഒരാളെ സെലക്ട് ചെയ്യാൻ കഴിയും, ബാക്കി 5 പേര് റാൻഡമായിട്ട് വരുന്നതാണ്. അങ്ങനെ എന്നാൽ ലീഷൻ നിന്നെ എടുത്തിട്ട് എന്തിനാണ്? ഞാനാണ് മേഗ് ടെമ്പിളിലെ വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പോഴീ അടുത്ത സാധനം വിളിക്കുന്നു. അത് കണ്ടോടന്നെ ഹായു പോകാനായിട്ട് നോക്കി പിടിച്ചിരുത്തി. അവനത് വേണം എന്ന രീതിയിൽ. അത് ഓരോ സ്റ്റോണാണ്, അതിനുള്ളിൽ എന്താണെന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ അറിയാം. ചിലപ്പോൾ വാല്യൂ ഉള്ളതാകാം, ചിലപ്പോൾ യൂസ്ലെസ് ആകാം. 10000 ഗോൾഡ് കോയിനാണ് പറയുന്നത്. ഹായുവായിട്ട് കണ്ണീരൊക്കെ കാണിച്ച് വാങ്ങാനായിട്ട് പറയുന്നു. ലിന്നിൻ്റെ മനസ്സിലെ ഒരു പ്ലാൻ, അവനെ ഹെൽപ്പ് ചെയ്താൽ മതിയല്ലോ. അതുപോലെ അവൻ്റെ കാർഡ് അത് കൊടുത്തിട്ട് ഇത് ഉപയോഗിച്ച് വാങ്ങാനായിട്ട് പറയുമ്പോൾ തന്നെ ലീഷിൻ അത് വാങ്ങിച്ച്. എല്ലാവരും നോക്കുന്നു, എൻ്റെ പ്ലാൻ പൊളിഞ്ഞു എന്ന രീതിയിൽ ലിന്നും ജിയാലു തന്ന കാർഡ് നീ മറന്നു, അത് വാങ്ങിച്ച് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹായുവിൻ്റെ ഹാപ്പി. രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നത് പോലെ. അപ്പോൾ ഇത്രയും വാങ്ങാൻ കാണിക്കാൻ എന്താണ് അവനെന്നും മനസ്സിലായില്ല. അവൻ നോക്കുമ്പോൾ അത് അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ മാജിക് സ്കില്ല് അത് യൂസ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി എന്നാൽ ഇപ്പോഴാണ് ഹാവച്ചൻ്റെ ഉള്ളിലൊരു ഫർണീസ് അതുള്ളത് കാണുന്നത്. അതുകൊണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു കാര്യം നടക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കൈകൂപ്പിക്കൊണ്ട് എന്നെ എടുക്കണം പ്ലീസ്. ഹാവച്ചൻ അപ്പോഴാണ് ട്രയൽ കോമ്പറ്റീഷനിൽ ലെവൽ 5 ആയിരിക്കും വരും. ആയവരൊക്കെ വരും. ഞാൻ ലെവൽ 4 ആണ്, എനിക്ക് കഴിയുമെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് എനിക്ക് വാക്ക് തരാൻ കഴിയില്ല. എന്നാൽ ലീഷിന് അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് മോസ്റ്റ് എക്സ്പെൻസീവായ പിൽസ് അത് കൊടുക്കുന്നത്. ഒന്ന് ദിവസവും 10 എനർജി എക്സ്ട്രാ കയറും കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ. പിന്നൊന്ന് 10 മിനിറ്റത്തേക്ക് എത്ര എനർജി കൂടും, പിന്നെ ബാറ്റിൽ കോമ്പാറ്റ് സ്ട്രെങ്ത് കൂടും. ഇത് ഉപയോഗിച്ചെടുപ്പോൾ തന്നെ ലെവൽ 5 എത്താം എന്ന് പറയുമ്പോൾ അത് കേട്ട് ഹാവച്ചൻ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സമ്മതിച്ചു, വാക്കും കൊടുത്തു. ആ സാധനം അവിടെ എത്തി. 10000 ഗോൾഡ് പോയിന്റ് വാല്യൂ ഉള്ള അതെന്താണ് എന്ന് നോക്കാനിരിക്കുമ്പോൾ ഹായു അത് വിഴുങ്ങി. അത് കണ്ട് ഷോക്ക്. ഹായു ഹാവച്ചനോട് ഇത് അവൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അവളോടും പറയുന്നുണ്ട്. അതുപോലെ അവൻ വേൾഡിലേക്ക് പോവാണ്, അവൻ്റെ വേൾഡിലേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഷോക്ക്. അപ്പോഴേക്കും ഹായു പോയിരുന്നു. അത് കഴിഞ്ഞാൽ മറ്റൊരു ഭയാനകമായ വേൾഡ്, അത് ഹായുവിൻ്റെ വേൾഡാണ്. ഇവിടെയാണ് അവൻ ജീവിച്ചതെന്നൊക്കെ നമുക്ക് സംശയം തോന്നും. അതൊക്കെ പോവുകയും മനസ്സിലാവും. അവിടെയിട്ട് ആ സ്റ്റോണ് അതിനുള്ളിൽ ഒരു എക്കായിരുന്നു, അത് കഴിച്ചു അടുത്ത് എവോൾവ് ആകുന്നത് പോലെ കാണിച്ച്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.